അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ വലാ ഉദ്വാന ഇല്ലാ അലൽ ളാലിമീൻ. വഉസല്ലി വഉസല്ലിമു അലാ ഖാതമിൽ അംബിയാഇ വൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ് ഫത്തഖുല്ലാഹ ഇബാദല്ലാഹ്. ഏറെ സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസി സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്ന നല്ലവരായ വിശ്വാസികളിൽ ഉൾപ്പെടാൻ ശ്രമിക്കണമെന്ന് ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അത്തരത്തിൽ നല്ല സ്വാലിഹീങ്ങളായ അവൻ്റെ അടിമകളുടെ കൂട്ടത്തിൽ അള്ളാഹു നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. മനുഷ്യൻ അള്ളാഹുവിൻ്റെ മറ്റു സൃഷ്ടികളിൽ നിന്ന് വ്യത്യസ്തനാകുന്നത് അവൻ അള്ളാഹു നൽകിയ ഏറ്റവും വലിയ അനുഗ്രഹമായ അവൻ്റെ ബുദ്ധി കൊണ്ടാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല മനുഷ്യന് നൽകിയ ഏറ്റവും വലിയ അനുഗ്രഹവും അവൻ്റെ ബുദ്ധിയാണ്. കാര്യങ്ങൾ ഗ്രഹിക്കാനും മനസ്സിലാക്കാനും കാര്യങ്ങൾ വേർതിരിച്ച് അറിയാനുമുള്ള അവൻ്റെ ആ ഒരു ശക്തി എന്നുള്ളത് വലിയ അനുഗ്രഹം തന്നെയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ പ്രവർത്തനങ്ങളിൽ, അവൻ്റെ സൃഷ്ടിപ്പിൽപ്പെട്ടതാണത്. അള്ളാഹു പറഞ്ഞതുപോലെ സുൻഉല്ലാഹില്ലദീ അത്ഖന കുല്ല ഷൈ, എല്ലാത്തിനെയും ഒരു പിഴവുമില്ലാതെ, ഒരു വക്രതയുമില്ലാതെ സൃഷ്ടിച്ച അള്ളാഹുവിൻ്റെ പ്രവർത്തനമാണത് എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. അതുകൊണ്ട് തന്നെ ഇസ്ലാം ബുദ്ധിക്ക് വലിയ പ്രാധാന്യം ഇസ്ലാം നൽകിയിട്ടുണ്ട്. ചിന്തിക്കാനും ആലോചിക്കാനും ഒക്കെ ഖുർആനിലും ഹദീസുകളിലും ഉടനീളം നമുക്ക് കാണാൻ കഴിയും. ഇസ്ലാമിൻ്റെ ശരീഅത്തിൻ്റെ നിയമങ്ങളിൽ പോലും ബുദ്ധിക്ക് വലിയ പ്രാധാന്യമുണ്ട്. അതിൽപ്പെട്ട ഒരു ഹദീസ് ഇന്നത്തെ ഖുതുബയിൽ നാം കേൾക്കുകയുണ്ടായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, റുഫിഅൽ ഖലമു അൻ സലാസ്, മൂന്ന് ആളുകളിൽ നിന്ന് അള്ളാഹു അവൻ്റെ പേന ഉയർത്തിയിട്ടുണ്ട് എന്നാണ്. അഥവാ അവർക്ക് ശരീഅത്തിൻ്റെ നിയമങ്ങൾ ബാധകമല്ല 3 വിഭാഗം ആളുകൾക്ക്. അതിലൊന്ന് ആരാണ്? അതിലൊന്ന് പറഞ്ഞത് അനിൽ മജ്നൂനി ഹത്ത യഅഖില, ഭ്രാന്തനായ ഒരാൾ, ബുദ്ധി മങ്ങിപ്പോയ ഒരാൾ, അവൻ്റെ ബുദ്ധി തിരിച്ചു വരുന്നത് വരെ അവൻ ഇസ്ലാമിൻ്റെ ശരീഅത്തിൻ്റെ നിയമങ്ങളൊന്നും അവനെന്തല്ല, ബാധകമല്ല എന്നുള്ളതാണ്. അപ്പോൾ അത്രയേറെ ഇസ്ലാം ബുദ്ധിക്ക് പ്രാധാന്യം നൽകിയിട്ടുണ്ട്. ചിന്തിക്കാനും ആലോചിക്കാനും അതിന് പ്രാധാന്യം നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഹൃദയം കൊണ്ട് ചിന്തിക്കാത്ത ആളുകൾ, അവരുടെ ബുദ്ധി കൊണ്ട് ആലോചിക്കാത്ത ആളുകളെക്കുറിച്ച് അള്ളാഹു പരിശുദ്ധ ഖുർആനിൽ ഒരു സ്ഥലത്ത് പറയുന്നത്, ഫഇന്നഹാ ലാ തഅമൽ അബ്സാറു വലാകിൻ തഅമൽ ഖുലൂബുല്ലതി ഫിസ്സുദൂർ. നിങ്ങളുടെ കണ്ണുകൾക്കല്ല അന്ധത ബാധിച്ചിട്ടുള്ളത്, നിങ്ങളുടെ ഹൃദയങ്ങൾക്കാണ് അന്ധത ബാധിച്ചിട്ടുള്ളത്. അഥവാ ചിന്തിക്കാത്ത, ആലോചിക്കാത്ത, അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങൾ കണ്ടിട്ട് പോലും അള്ളാഹുവിനെ മനസ്സിലാക്കാത്ത ആളുകളെക്കുറിച്ചാണ് അള്ളാഹു പറയുന്നത്. നിങ്ങളുടെ കണ്ണുകൾക്കല്ല അന്ധത ബാധിച്ചിട്ടുള്ളത്, വലാകിൻ തഅമൽ ഖുലൂബുല്ലതി ഫിസ്സുദൂർ, നിങ്ങളുടെ ഹൃദയങ്ങൾക്കാണ് അന്ധത ബാധിച്ചത് എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് നമുക്ക് കാണാൻ കഴിയും. എന്ന് ഖുതുബയിൽ ഖതീബ് സൂചിപ്പിച്ചത്, ഈ ബുദ്ധി കൊണ്ടാണ് മനുഷ്യ ചരിത്രത്തിൽ മനുഷ്യന്, അല്ലെങ്കിൽ ഓരോ തലമുറകൾക്കും, അല്ലെങ്കിൽ ഓരോ നൂറ്റാണ്ടിലും മാറ്റങ്ങൾ ഉണ്ടായത്, മനുഷ്യകുലം വളർന്നത് ഈ ബുദ്ധി കാരണമാണ് എന്നുള്ളതാണ്. അത് ടെക്നോളജിയിലേക്ക് വന്നെത്തിയിട്ടുണ്ട്. മനുഷ്യൻ്റെ കാര്യങ്ങൾ വളരെ എളുപ്പത്തിൽ നടക്കുന്ന രൂപത്തിലുള്ള ടെക്നോളജികൾ മനുഷ്യൻ കണ്ടെത്തുകയും അവൻ്റെ കാര്യങ്ങൾ വളരെ എളുപ്പത്തിൽ ചെയ്തു തീർക്കാൻ പറ്റുന്ന രൂപത്തിലേക്ക് മനുഷ്യനെത്തി. അതിലവസാനം ഇന്ന് നമ്മൾ എത്തി നിൽക്കുന്നത് ദക്കാഉൽ ഇസ്തിനാഇ അഥവാ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്ന ടെക്നോളജിയുടെ ഏറ്റവും ഉന്നതമായ ഒരവസ്ഥയിലേക്കാണ് ഇന്ന് മനുഷ്യൻ അവൻ്റെ ബുദ്ധി കൊണ്ട് എത്തിച്ചേർന്നിട്ടുള്ളത് എന്നാണ്. അപ്പോൾ അവിടെ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം
ചിന്തിക്കേണ്ടതും ആലോചിക്കേണ്ടതും ഗൗരവത്തിൽ മനസ്സിലാക്കേണ്ടതുമായ ചില കാര്യങ്ങളാണ് ഇന്ന് ഖുതുബയിൽ ഖതീബ് സൂചിപ്പിച്ചത് എന്നുള്ളതാണ്. ഖതീബ് സൂചിപ്പിച്ചത് അദ്ദക്കാ ഉൽ ഇസ്തിനായി അഥവാ ഈ AI എന്നുള്ളത് അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്നുള്ളത് അത് ഒരു ഇരുതല മൂർച്ചയുള്ള കത്തിയെപ്പോലെയാണ് എന്നുള്ളതാണ്. അതിലൊരുപാട് നന്മകളുണ്ട്, എന്നാൽ അതിൻ്റെ മറ്റൊരു വശം ഒരുപാട് ഉപദ്രവമുണ്ടാക്കുന്ന അല്ലെങ്കിൽ ഒരുപാട് മോശമായ കാര്യങ്ങളും അതിലൂടെ ചെയ്യാൻ കഴിയും. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അതിലെ നന്മകൾ മാത്രം അവൻ കണ്ടെത്തുകയും അതിലെ നന്മകളിലേക്ക് അവൻ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും അതിൻ്റെ തിന്മയിൽ ഒന്നുപോലും അവനത് സ്പർശിക്കാതിരിക്കുകയും ചെയ്യുക എന്നുള്ളത് ഒരു വിശ്വാസിക്ക് നിർബന്ധമാണ് എന്നുള്ളതാണ് ഇന്നത്തെ ഖുതുബയിൽ നാം ഓരോരുത്തരും കേൾക്കുകയുണ്ടായത്. നോക്കൂ നിങ്ങൾ, നമുക്കെല്ലാവർക്കും അറിയാം, ഇതൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ സൃഷ്ടിപ്പിൻ്റെ ഭാഗമാണ്. ഇത്തരത്തിലുള്ള ടെക്നോളജികളൊക്കെ കാണുമ്പോൾ ഒരു വിഭാഗം ആളുകൾ അവർ അള്ളാഹുവിനെ നിഷേധിക്കാനാണ് ചില ആളുകൾ ചെന്നെത്തുന്നത് എന്നുള്ളതാണ്. അതാണ് യാഥാർത്ഥ്യമായിക്കൊണ്ട് ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സയൻസും അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ വളരുന്ന സമയത്ത് അവരെത്തിച്ചേരുന്നത് അള്ളാഹുവിനെ നിഷേധിക്കാനാണ്. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇന്ന് പല പള്ളികളിലും ഫജ്റിൽ നമ്മൾ കേട്ട പരിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഇൻസാനിലെ ആയത്തുണ്ട്. അവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് വല്ലാഹു അഖ്റജകും മിൻ ബുതൂനി ഉമ്മഹാത്തിക്കും ലാ തഅലമൂന ശൈആ. വല്ലാഹു അഖ്റജകും മിൻ ബുതൂനി ഉമ്മഹാത്തിക്കും, അല്ലാഹു നിങ്ങളുടെ ഉമ്മയുടെ ഉദരങ്ങളിൽ നിന്ന് നിങ്ങളെ പുറത്തെടുക്കുന്ന സമയത്ത് അല്ലെങ്കിൽ നിങ്ങൾ പ്രസവിക്കുന്ന സമയത്ത് ലാ തഅലമൂന ശൈആ, നിങ്ങൾക്ക് ഒന്നും അറിയുമായിരുന്നില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് നിങ്ങൾക്ക് വജഅല ലക്കുമുസ് സമഅ വൽ അബ്സാറ വൽ അഫ്ഇദ, നിങ്ങൾക്ക് കാണാൻ കാഴ്ചയും കേൾക്കാൻ കേൾവി ശക്തിയും വൽ അഫ്ഇദ, ചിന്തിക്കാൻ ഹൃദയവും നൽകിയത് അല്ലാഹുവാണ്. എന്തിനാണ്? ലഅല്ലക്കും തഷ്കുറൂൻ, നിങ്ങൾ നന്ദി കാണിക്കുന്നവരാകാൻ വേണ്ടിയാണ് അല്ലാഹു ഇതൊക്കെ നിങ്ങൾക്ക് ചെയ്തു തന്നത് എന്നുള്ളതാണ്. എന്നാൽ മനുഷ്യൻ അവൻ നന്ദികേട് കാണിക്കുന്നതിലേക്ക് എത്തിപ്പെട്ടു എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. അപ്പോൾ ആദ്യമായി നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇത്തരത്തിലുള്ള സംവിധാനങ്ങളും ടെക്നോളജിയും ഒക്കെ കാണുന്ന സമയത്ത് ഇതൊക്കെ അള്ളാഹു സൃഷ്ടിച്ച അള്ളാഹുവിൻ്റെ നിയന്ത്രണത്തിലുള്ള മനുഷ്യനാണ് ഇത് കണ്ടെത്തിയത്. ആ മനുഷ്യനേക്കാൾ എത്രയോ മുകളിലാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല. അള്ളാഹു വിചാരിച്ചാൽ ഇവിടെ എന്തും സംഭവിക്കുമെന്ന ഒരു കാര്യം ഇവിടെ ഗൗരവത്തോടുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. രണ്ടാമതായി കൊണ്ട് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം വളരെ ഗൗരവത്തോടുകൂടി ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഖുതുബയിൽ ഖതീബ് രണ്ടാമതായി സൂചിപ്പിച്ചത്. ഇന്ന് ഇത്തരത്തിലുള്ള ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ വ്യത്യസ്തമായ AI ടൂളുകൾ പല ആളുകളും മതം പഠിക്കാനും ദീന് പഠിക്കാനും ദീനിൻ്റെ കാര്യങ്ങൾ മനസ്സിലാക്കാനും ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളത് വളരെ ഗൗരവമുള്ള വളരെ അപകടകരമായ ഒരു കാര്യമാണ് എന്ന് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ടതുണ്ട്. ഖതീബ് ഖുതുബയിൽ സൂചിപ്പിച്ചതുപോലെ വളരെ മുതിർന്ന പണ്ഡിതന്മാർ, ഒരുപാട് 10-20 വർഷങ്ങൾക്ക് മുമ്പൊക്കെ വഫാത്തായി മരിച്ചുപോയ പണ്ഡിതന്മാരുടെ ഓഡിയോകൾ അവരുടെ അതേ സൗണ്ടിലൊക്കെ ഇന്ന് സോഷ്യൽ മീഡിയയിലും അതേപോലെ തന്നെയുള്ള സംവിധാനങ്ങളിലൊക്കെ ഇന്ന് ലഭ്യമാണ്. അവരുടെ സൗണ്ടിൽ പലതരത്തിലുള്ള ഫത്വകളും അതേപോലെ തന്നെ പലതരത്തിലുള്ള പ്രഭാഷണങ്ങളും ഒക്കെ അവരുടെ സൗണ്ടിൽ ഉണ്ടാക്കാൻ അല്ലെങ്കിൽ അത് ക്രിയേറ്റ് ചെയ്യാനുള്ള സംവിധാനങ്ങൾ ഇന്നുണ്ട്. അതുകൊണ്ട് തന്നെ മതപരമായ ഒരു കാര്യം ഇത്തരത്തിലുള്ള സംവിധാനങ്ങളിൽ നിന്ന് പഠിക്കുന്നത് വളരെ ഗൗരവത്തോടു കൂടി നമ്മൾ സൂക്ഷിക്കണം എന്നുള്ളതാണ്. ChatGPT അതുപോലെയുള്ള സംവിധാനങ്ങളിലൊക്കെ മതപരമായ കാര്യങ്ങൾ ചോദ്യങ്ങളായി ചോദിക്കുക അല്ലെങ്കിൽ മതപരമായ കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടി ഫത്വകൾ ചോദിക്കാൻ വേണ്ടിയൊക്കെ അത്തരത്തിലുള്ള സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തുന്നത് എപ്പോഴും സൂക്ഷിക്കണം. അതുകൊണ്ടാണ് അന്ന് ഖുതുബയിൽ നാം കേട്ടതുപോലെ അള്ളാഹുവിൻ്റെ ഇബ്നു സീരീൻ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞ ഒരു വാക്ക്, ഇന്ന ഹാദൽ ഇൽമ ദീനുൻ, അള്ളാഹുവിൻ്റെ മതത്തിൻ്റെ ഇൽമു എന്ന് പറഞ്ഞാൽ അതെന്താണ്? അത് ദീനാണ്, ഇസ്ലാമാണ്. അതുകൊണ്ട് ഫൻദുറു അമ്മൻ തഖുദു ദീനക്കും, നിങ്ങൾ എവിടുന്നാണ് ദീന് പഠിക്കുന്നത് എന്ന് സൂക്ഷ്മമായി നിങ്ങൾ പരിശോധിക്കണം. എന്തെങ്കിലുമൊക്കെ പഠിക്കുക എന്നുള്ളതല്ല. അറബിയിൽ കാണുന്നതൊക്കെ ഖുർആനും അറബിയിൽ കേൾക്കുന്നതൊക്കെ ഹദീസുമല്ല. ഇത്തരത്തിലുള്ള സംവിധാനങ്ങളൊക്കെ പലപ്പോഴും അതിൽ നിന്ന് സ്വന്തമായി ഹദീസുകളും സ്വന്തമായി ഖുർആനിൻ്റെ ആയത്തുകളും വരെ ഉണ്ടാകുന്നത് നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് വളരെ ഗൗരവത്തോടുകൂടി ആ വിഷയം നമ്മൾ ശ്രദ്ധിക്കണം എന്നുള്ളതാണ്. അത് രണ്ടാമതായി നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. മൂന്നാമതായി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം, സഹോദരന്മാരെ, ഇതിൽ
പല രൂപത്തിലുള്ള കാര്യങ്ങൾ, ഒരു മനുഷ്യനോട് നേരിട്ട് സംസാരിക്കുന്നത് പോലെ പല കാര്യങ്ങളും നമുക്ക് ചെയ്യാനുള്ള സംവിധാനങ്ങൾ ഇന്ന് ഇത്തരത്തിലുള്ള സംവിധാനങ്ങളിലൂടെ നമുക്ക് ലഭിക്കുന്നുണ്ട്. ആ സമയത്ത് ഒരു മുസ്ലിം എന്ന നിലയ്ക്ക് നാം ശ്രദ്ധിക്കേണ്ടത് മറ്റൊരാൾക്ക് ഉപദ്രവം ഉണ്ടാക്കുന്ന ഒരു കാര്യം അതിലൂടെ നാം ചെയ്യുന്നില്ല എന്ന ഉറപ്പ് നമുക്കുണ്ടാകണം എന്നുള്ളതാണ്. ഒരാൾക്ക് ഉപദ്രവം ഉണ്ടാകുന്ന ഒരു കാര്യം അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹദീസുകളിലൂടെയും വളരെ ഗൗരവത്തോടുകൂടി സൂചിപ്പിച്ച കാര്യമാണ് മറ്റൊരാളെ ഉപദ്രവിക്കുക എന്നുള്ളത്, മറ്റൊരാൾക്ക് വിഷമമുണ്ടാക്കുന്ന ഉപദ്രവമുണ്ടാക്കുന്ന കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളത്. അത് ട്രോളുകൾ ഉണ്ടാക്കിയിട്ടോ അതല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് മറ്റൊരാൾക്ക് ഉപദ്രവം ഉണ്ടാക്കുന്ന ഒരു കാര്യം നമ്മൾ ചെയ്യുന്നില്ല എന്ന് നാം ഉറപ്പുവരുത്തേണ്ടതുണ്ട് എന്നുള്ളതാണ് ഇവിടെ നമ്മൾ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടത്. അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എനിക്ക് നിങ്ങളോട് സൂചിപ്പിക്കാനുള്ളത്, ഇന്ന് എല്ലാവർക്കും ഇടയിൽ ട്രെൻഡിങ് ആയ ഒരു കാര്യമാണ് പിക്ചറുകൾ ഉണ്ടാക്കുക എന്നുള്ളത്. ഈ AI സംവിധാനങ്ങൾ ഉണ്ടാക്കി പിക്ചറുകൾ ഉണ്ടാക്കുക, നമ്മുടെ ഒരു ഫോട്ടോ ഇട്ടുകൊടുത്ത് അതിൻ്റെ ചെറുപ്പകാലത്തുള്ള രൂപമുണ്ടാക്കി തരാൻ പറയുക, അല്ലെങ്കിൽ അതിൻ്റെ കാർട്ടൂൺ രൂപമുണ്ടാക്കി തരാൻ പറയുക. അങ്ങനെ പല രൂപങ്ങളും ഇസ്ലാമിക ലോകത്ത് ആധുനിക പണ്ഡിതന്മാർ പറയുന്നത് അത് ഹറാമാണ് എന്നുള്ളതാണ്. കാരണം ഒരാളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിൻ്റെ സൃഷ്ടിപ്പിനോട് കിടപിടിക്കുന്ന രൂപത്തിൽ അല്ലെങ്കിൽ മത്സരിക്കുന്ന രൂപത്തിൽ രൂപങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളത്, ചിത്രങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളത്, വരക്കുക എന്നുള്ളത് ഹറാമായ കാര്യമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ശപിച്ച വിഭാഗമാണവർ. അപ്പോൾ അതിനോട് സാമ്യതയുള്ളതാണ് ഇത്തരത്തിൽ നമ്മളൊരു ഫോട്ടോ ഇട്ടുകൊടുത്ത്, അതൊക്കെ അറിയുന്ന ആളുകൾ ഇവിടെ ഉണ്ടാകും, നമ്മളൊരു ഫോട്ടോ ഇട്ടുകൊടുത്ത് അതൊരു കാർട്ടൂൺ രൂപത്തിലാക്കി തരാൻ പറയുക, അല്ലെങ്കിൽ നമ്മളെ ഒരു ഫോട്ടോ ഇട്ടുകൊടുത്ത് അത് ചെറുപ്പത്തിൽ എങ്ങനെ ഉണ്ടായിരുന്നു അങ്ങനെ ഉണ്ടാക്കി തരാൻ പറയുക. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതിലൂടെ ആളുകൾ ചെയ്യുന്നുണ്ട്. അതൊക്കെ ഹറാമായ ഭാഗമാണ്, അല്ലെങ്കിൽ ഹറാമായ കാര്യങ്ങളാണ് എന്നുള്ളത് ഇവിടെ പ്രത്യേകമായി നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. നാലാമതായി ഖത്തീബ് ഖുതുബയിൽ സൂചിപ്പിച്ചത് ഇത്തരത്തിലുള്ള സംവിധാനങ്ങൾ ആളുകൾക്ക് ഉപകാരപ്പെടുന്ന രൂപത്തിൽ ഉപയോഗപ്പെടുത്താൻ നാം ശ്രദ്ധിക്കണമെന്നുള്ളതാണ്. നമുക്ക് ഒരുപാട് കഴിവുകൾ ചിലപ്പോൾ ഈ മേഖലയിൽ ഉണ്ടായേക്കാം, ഒരുപാട് കഴിവുകൾ നമുക്കുണ്ടായേക്കാം. ആ കഴിവുകളൊക്കെ നന്മയുടെ കാര്യത്തിൽ ഉപയോഗപ്പെടുത്താൻ നാം എല്ലാവരും ശ്രദ്ധിക്കണമെന്നുള്ളത് ഇവിടെ പ്രത്യേകമായി നാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും. പോസ്റ്ററുകളും മറ്റുമൊക്കെ വളരെ സിമ്പിളായി നമുക്കുണ്ടാക്കാൻ കഴിയുന്നത്. അപ്പോൾ നമുക്ക് ചിലപ്പോൾ നല്ല ചിന്തകളും അല്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കിയ കാര്യങ്ങളുമൊക്കെ വളരെ എളുപ്പത്തിൽ ആളുകളിലേക്ക് എത്തിച്ചു കൊടുക്കാൻ പറ്റിയ സംവിധാനങ്ങൾ ഇന്നുണ്ട്. അതൊക്കെ നമ്മൾ ഉപയോഗപ്പെടുത്തി നമ്മളെക്കൊണ്ട് ചെയ്യുന്ന സഹായങ്ങൾ ആളുകൾക്ക് ഉപകാരമുണ്ടാക്കുന്ന, അതല്ലെങ്കിൽ ടെക്നോളജിയുടെ മേഖലയിൽ പ്രവർത്തിക്കുന്ന ജോലി ചെയ്യുന്ന ആളുകൾ ചിലപ്പോൾ എൻ്റെ ശബ്ദം കേൾക്കുന്നവരുണ്ടാകാം. അള്ളാഹുവിൻ്റെ ദീനിന് ഉപകാരപ്പെടുന്ന അല്ലെങ്കിൽ ആളുകൾക്ക് ഉപകാരപ്പെടുന്ന എന്താണ് ഈ മേഖലയിൽ എനിക്ക് ചെയ്യാൻ കഴിയുക? എല്ലാം ജോലിയായി നമ്മൾ കാണാതെ ചില കാര്യങ്ങൾ ആളുകൾക്ക് ഉപകാരപ്പെടുന്നത് എനിക്കെന്ത് ചെയ്യാൻ പറ്റുമെന്ന് ചിന്തിച്ച് ആ മേഖല കൂടി നമ്മൾ ചെയ്യാൻ നമ്മൾ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ നമ്മളിവിടെ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ട മറ്റൊരു വിഷയം, ഇത്തരത്തിലുള്ള സംവിധാനങ്ങൾ വളരെ പ്രചാരണം നേടിയതുകൊണ്ട് തന്നെ നമ്മൾ കേൾക്കുന്ന പല വാർത്തകളും, നമ്മൾ കാണുന്ന പല വീഡിയോകളും, നമ്മൾ കാണുന്ന പല ഫോട്ടോകളും ചിലപ്പോൾ നമ്മൾ കാണുന്നത് പോലെ ആയിക്കൊള്ളണമെന്നില്ല. അതുകൊണ്ടാണ് സൂറത്തുൽ ഹുജറാത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ ഒരു വാചകം, ഇൻജാഅക്കും ഫാസിഖുൻ യാ അയ്യുഹല്ലദീന ആമനു, വിശ്വാസികളെ, ഇൻജാഅക്കും ഫാസിഖുൻ ബിനബൈൻ, നിങ്ങളിലേക്ക് ഒരു വാർത്ത എത്തിക്കഴിഞ്ഞാൽ അത് അപ്പോൾ തന്നെ വിശ്വസിക്കണമെന്നല്ല, ഫതബയ്യനു, നിങ്ങൾ ഉറപ്പുവരുത്തണം എന്നുള്ളതാണ്. അത് പ്രത്യേകിച്ച് ഇന്നത്തെ കാലഘട്ടത്തിൽ ഈ ആയത്ത് വളരെ പ്രസക്തമാണ്. നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഇലക്ഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അല്ലേ? ആ ഒരു സമയത്ത് നമ്മളിലേക്ക് പല വാർത്തകളും എത്തുന്നുണ്ട്. അതൊക്കെ നമ്മൾ കണ്ണടച്ച് വിശ്വസിക്കുക എന്നുള്ളത് ഒരു വിശ്വാസിക്ക് ചേർന്ന ഒരു കാര്യമല്ല എന്നുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കഫാ ബിൽ മർഇ കദിബ, അള്ളാഹു ഒരാളുടെ വിഷയത്തിൽ കളവായി രേഖപ്പെടുത്താൻ മതിയായതാണ് അൻ യുഹദ്ദിസ ബികുല്ലി മാ സമി, അവൻ കേട്ടതൊക്കെ പ്രചരിപ്പിക്കുക എന്നുള്ളത്. അതൊക്കെ നമ്മൾ സോഷ്യൽ മീഡിയയിലൊക്കെ എല്ലാ സമയത്തും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. പ്രത്യേകിച്ചും ഈ സന്ദർഭത്തിൽ വളരെയധികം ആ വിഷയത്തെ നാം ശ്രദ്ധിക്കണം എന്നുള്ളതാണ്. അതുകൊണ്ട് സഹോദരന്മാരെ, ഞാൻ ആദ്യം ഖുതുബയുടെ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ ഒരു ഇരുതല മൂർച്ചയുള്ള ഒരു വാളാണ്, ഒരു കത്തിയാണ് യഥാർത്ഥത്തിൽ, ഒരു വാളാണ് യഥാർത്ഥത്തിൽ AI എന്നുള്ളത്, അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്നുള്ളത്. അതിനെ ഉപയോഗപ്പെടുത്തുന്ന മേഖലയിൽ വളരെ ശ്രദ്ധിച്ചുകൊണ്ടും വളരെ ഗൗരവത്തോടു കൂടിയും, അല്ലെങ്കിൽ അതിൻ്റെ നന്മകൾ മാത്രം ശ്രദ്ധിച്ച് ചെയ്യുകയും അതിൻ്റെ തിന്മകൾ സ്പർശിക്കാത്ത രൂപത്തിൽ ചെയ്യാനുമാണ് ഒരു വിശ്വാസി
എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം എല്ലാ സന്ദർഭത്തിലും എല്ലാ മേഖലകളിലും അവന് നിലപാടുണ്ടായിരിക്കുന്നതാണ്. ഇതിനൊക്കെ പുറമെ ഞാൻ ആദ്യത്തിൽ സൂചിപ്പിച്ച മറ്റൊരു വിഷയം എന്താണ്? ഇതിനൊക്കെ പുറമെ ഇതിനെയൊക്കെ സൃഷ്ടിച്ച, ഇതിനെയൊക്കെ പരിപാലിക്കുന്ന, ഇത് ആലോചിക്കാനും ചിന്തിക്കാനും മനുഷ്യന് ബുദ്ധി നൽകിയ അള്ളാഹുവിനെ കുറിച്ചാണ് എല്ലാ സമയത്തും സദാസമയവും നാം ആലോചിക്കേണ്ടതും മനസ്സിലാക്കേണ്ടതും. ഇതൊക്കെ പരിപാലിക്കുന്ന, ഇതൊക്കെ ഉണ്ടാക്കുന്ന മനുഷ്യന് ബുദ്ധി നൽകിയ ആ അള്ളാഹുവിനെ കുറിച്ചാണ്. അതാണ് ഖുതുബയിൽ ഖതീബ് പറഞ്ഞത്, ഓരോ കാര്യങ്ങൾ നിങ്ങൾ കാണുമ്പോഴും ആകാശത്തേക്കാണ് നിങ്ങളുടെ കണ്ണുകൾ പോകേണ്ടത് എന്നാണ്. സുബ്ഹാനല്ലാഹ്, വല്ലാത്തൊരു വാചകമാണ്. ആകാശത്തിലേക്കാണ് നമ്മുടെ കണ്ണുകൾ പോകേണ്ടത്. എന്നാൽ ഇന്ന് മനുഷ്യൻ ഈ ആധുനിക ശാസ്ത്രവും ഒക്കെ വളർന്നു വരുമ്പോൾ അള്ളാഹുവിനെ നിഷേധിക്കുന്നിടത്തേക്കാണ് മനുഷ്യൻ പോകുന്നത് എന്നുള്ളത് സങ്കടകരമായ കാര്യമാണ്. അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഗൗരവത്തോടു കൂടി സൂക്ഷിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്ന നല്ലവരായ വിശ്വാസികളിൽ നമ്മൾ ഉൾപ്പെടുക. അള്ളാഹുവിൻ്റെ ദീനിനെ